ബുധനാഴ്ചയാണ് മൂന്നാർ എക്കോ പോയിന്റിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന വിനോദസഞ്ചാര ബസ് അപകടത്തിൽപ്പെട്ടത്. 3 വിദ്യാർത്ഥികൾക്ക് സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. അമിത വേഗമാണ് അപകട കാരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. ഇത് ശരിവെക്കുന്നതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. ബസിലെ സ്പീഡ് ഗവർണർ പ്രവർത്തനരഹിതമാക്കിയ നിലയിലായിരുന്നുവെന്ന് വാഹനം പരിശോധിച്ച ശേഷം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ബ്രേക്ക് നഷ്ടപ്പെട്ടതായി കണ്ടെത്താനായിട്ടില്ല. റോഡിന്റെ ദിശ സംബന്ധിച്ച വ്യക്തമായ ബോധ്യമില്ലാതെ പോയതും വേഗതയും അപകടത്തിനിടയാക്കിയതായി കരുതേണ്ടി വരുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സംഭവസ്ഥലം പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഈ ദീർഘദൂര യാത്ര നടത്തി വന്ന ശേഷം ഈ റോഡിനെ കുറിച്ചോ അവിടുത്തെ പരിസ്ഥിതികളെ കുറിച്ചോ യാതൊരു ബോധ്യമില്ലാതെ ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ളതാണ് അനുമാനം. ഇനി കൂടുതലായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ GPS സംവിധാനം 13/2 വരെ പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടു. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞപ്പം ഇത് ചാർജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടി പരിശോധിക്കപ്പെടേണ്ടതായിട്ടുള്ളത് മനസ്സിലാകുന്നുണ്ട്. അപകട സാധ്യതയുള്ള മേഖലയിലാണ് അപകടമുണ്ടായത്. ഇവിടെ മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കണമെന്ന നിർദ്ദേശം ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് റിപ്പോർട്ടായി കൈമാറുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയ വാഹനത്തിന്റെ ഡ്രൈവറായ കന്യാകുമാരി സ്വദേശിയെ കോടതിയിൽ റിമാൻഡ് ചെയ്തിരുന്നു. സി മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.